നമുക്ക് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ വളരെ ഈസിയാണ്. അവരുടെ ആക്ഷൻസ് നോക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് ജഡ്ജ് ചെയ്തു കളയും. പക്ഷെ നമ്മളെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിറ്റുവേഷൻസ്, കോണ്ടെക്സ്റ്റ് ഇതെല്ലാം കൺസിഡർ ചെയ്യാനുണ്ടാവും. പക്ഷെ മറ്റുള്ളവരുടെ കേസിൽ അത് ഉണ്ടായിരിക്കില്ല. ഇതൊരു മെന്റൽ എറർ ആണ്. ഫണ്ടമെന്റൽ അട്രിബ്യൂഷൻ എറർ എന്നാണ് സൈക്കോളജിയിൽ അതിനെ പറയാ. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു ഫ്രണ്ട് ലാസ്റ്റ് മിനിറ്റ് ഒരു പ്ലാൻ ക്യാൻസൽ ചെയ്തു. നിങ്ങൾ പെട്ടെന്ന് എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ അവൾക്ക് ആ ഫ്രണ്ട്ഷിപ്പിന് ഒരു വാല്യൂ ഇല്ല. പക്ഷെ അവൾക്ക് എന്തെങ്കിലും ഫാമിലി എമർജൻസി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ടോട്ടലി അവൾക്കന്ന് മെന്റലി എക്സോസ്റ്റഡ് ആയിരിക്കും. പക്ഷെ ഇതൊന്നും നമുക്ക് കൺസിഡർ ചെയ്യണ്ടല്ലോ. ഓരോ പ്രവൃത്തിക്കും ഒരു കഥയുണ്ടാവും. എല്ലാവർക്കും ഉണ്ട് ആരും കാണാത്തൊരു പോരാട്ടം. നമ്മൾ കാണുന്നത് അവരുടെ ആക്ഷൻസ് മാത്രമാണ്. അപ്പൊ നമ്മളുടെ പ്രവൃത്തിയെ നമ്മളുടെ സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് ന്യായീകരിക്കുക അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യുക. അറ്റ് ദ സെയിം ടൈം മറ്റുള്ളവരുടെ പ്രവൃത്തി അവരുടെ സ്വഭാവമാണ്, അതങ്ങനെയാണ്, അവരുടെ സ്വഭാവത്തിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് ജഡ്ജ് ചെയ്യുന്ന ഈ ഒരു പെരുമാറ്റമാണ് നമ്മൾ ഈ ഫണ്ടമെന്റൽ അട്രിബ്യൂഷൻ എറർ എന്ന് പറയുക. അതൊരു കോഗ്നിറ്റീവ് ബയാസ് ആണ്, അതൊരു മെന്റൽ എറർ ആണ്.